പാഠം 551. സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും. ചന്ദ്രകുമാർ കൊലക്കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. കോളിളക്കം സൃഷ്ടിച്ച ചന്ദ്രകുമാർ കേസിലെ പ്രതി സദാശിവനെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിചാരണ കോടതി വെറുതെ വിട്ടു. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് സദാനന്ദൻ ഹാജരായി. കൊള്ളാം, ഒരു കൊലക്കേസിലെ പ്രതി കൂടി രക്ഷപ്പെട്ടു. ഇതിന്റെ ശാവം എവിടെ കൊണ്ടുവയ്ക്കുമെന്നോ? എന്താണ് രാവിലെ തന്നെ ഒരു ആത്മകഥം? ഒന്നുമില്ല, നിന്റെ സീനിയർ വക്കീല് ഒരു കൊലക്കേസിലെ പ്രതിയെ കൂടി രക്ഷപ്പെടുത്തിയത് വായിക്കുകയായിരുന്നു. മരിച്ച ആളിന്റെ വീട്ടുകാർ പ്രാകും. സദാനന്ദ വക്കീലിന്റെ കൂടെ ജോലി ചെയ്യുന്ന നിനക്കും അതിന് ദോഷം ഉണ്ടാവും. ഓ, അങ്ങനെയാണെങ്കിൽ നാട്ടിൽ കൊലക്കേസ് ബാധിക്കുന്ന വക്കീലന്മാരുടെയൊക്കെ സ്ഥിതി ഇതായിരിക്കുമല്ലോ മോഹനട്ടാ. പിന്നെ ഈ കേസിൽ സദാനന്ദ സാർ രക്ഷപ്പെടുത്തിയത് ഒരു കൊലപാതകയല്ല. പിന്നെ സദാശിവൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കൊക്കെ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒക്കെ പോലീസ് കെട്ടിച്ചമച്ച കഥകളാ. നീയൊക്കെ അങ്ങനെ പറയൂ, പക്ഷേ ഈ സദാശിവന്റെ ഫോട്ടോ കണ്ടാൽ അറിയാം അവൻ ശരിയല്ലെന്ന്. ഫോട്ടോ കണ്ട ആളെ പറ്റി അത്രയൊക്കെ പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഈ വില്ലേജ് ജോലി രാജിവെച്ച് മുഖലക്ഷണം നോക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ മോഹനട്ടൻ എന്തായാലും രക്ഷപ്പെടും. ഗൗരവമുള്ളൊരു വിഷയം പറയുമ്പോൾ ആളെ കളിയാക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് ഒരു നിസ്സാര കേസല്ല. ഒരു ചന്ദ്രകുമാർ കൊല്ലപ്പെട്ടു. അയാൾക്ക് ഭാര്യയും മക്കളും കാണും, അച്ഛനമ്മയും സഹോദരങ്ങളും കാണും. അവരൊക്കെ ചന്ദ്രകുമാറിന്റെ കൊലപാതകയെ ശിക്ഷിക്കണം ശിക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കായിരിക്കില്ലേ? അപ്പോഴാണ് നിങ്ങൾ സദാശിവനെ രക്ഷപ്പെടുത്തിയത്. മോഹനേട്ടൻ എല്ലാ കാര്യങ്ങളുടെ ഒരു വശം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചന്ദ്രകുമാറിനുള്ളതുപോലെ സദാശിവന് ഒരു കുടുംബമില്ലേ? ഭാര്യയും 2 മക്കളും, പ്രായമായ ഒരു അമ്മയും. ചെയ്യാത്ത കുറ്റത്തിന് സദാശിവൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താവുമായിരുന്നു? മോഹനേട്ടൻ പറയുന്ന പോലെ ചന്ദ്രകുമാറിന്റെ വീട്ടുകാർ സദാനന്ദൻ സാറിനെയോ എന്നെയോ ശപിച്ചിട്ടുണ്ടായാലും ആ ശാപം ഞങ്ങൾ കേൾക്കില്ല. കാരണം സദാശിവന്റെ കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മോഹനേട്ടാ, ഒരിടത്ത് സന്തോഷം ഉണ്ടാവുമ്പോ മറ്റൊരിടത്ത് സങ്കടം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? സദാശിവന് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ചന്ദ്രകുമാറിന്റെ വീട്ടുകാർക്ക് സന്തോഷമായേനെ. പക്ഷേ സദാശിവന്റെ വീട്ടില് അത് തീരാ കണ്ണീരാവും. ഇപ്പോ അത് തിരിച്ചു സംഭവിച്ചു. സദാശിവന്റെ വീട്ടിലുള്ളവർക്ക് സന്തോഷമായി, ചന്ദ്രകുമാറിന്റെ വീട്ടിലുള്ളവർക്ക് സങ്കടവും. വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞാലും നിങ്ങളെ ചെയ്തേ ന്യായീകരിക്കാൻ പറ്റില്ല ഭാമേ. കാരണം ഇത് ജീവിതമാണ്. സിദ്ധാന്തം പറയുന്നത് മുഴുവൻ മോഹനേട്ടനാണ്, ഞാൻ പറയുന്നത് ജീവിതവും. ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയല്ലേ മോഹനേട്ടാ? ഉദാഹരണത്തിന് അടുത്ത പ്രൊമോഷൻ ലിസ്റ്റിൽ മോഹനേട്ടന്റെ പേരിലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ സങ്കടാവില്ലേ? പ്രൊമോഷൻ കിട്ടിയവർക്ക് സന്തോഷാവും. ഇതൊന്നും ആരുടെ കുറ്റമല്ലല്ലോ. ആ ഫോൺ എടുക്ക്, എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. ഹലോ. മോഹനകൃഷ്ണനല്ലേ? അതെ, മോഹനകൃഷ്ണനാണ്. ഞാൻ വേണുവാ, നാട്ടിൽ നിന്ന്. ആഹാ, വേണുമോനായിരുന്നു. എന്തൊക്കെയുണ്ട് വേണുമാവ വിശേഷങ്ങൾ? ഈ ഇടയ്ക്കായി വിളിക്കാറൊന്നുമില്ലല്ലോ. ഓരോ തിരക്കുകളല്ലേ മോഹനകൃഷ്ണ. ഭാമയില്ലേ? ഉണ്ട്, വിളിക്കാം. ഭാമേ, അവളിപ്പോ വരും. നീ എപ്പോഴാ ആഫീസിൽ പോന്നേ? ഞാൻ കൃത്യം 9:48 ഇവിടുന്ന് പുറപ്പെടും. വൈകിട്ട് തിരിച്ചു വരുന്നതോ? 5:15 ഇവിടെ എത്തും. ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. 4:30 അവിടെ എത്തും. 6:30 ബസ്സിന് എനിക്ക് തിരിച്ചു പോരണം. എന്താ പെട്ടെന്ന്? ലക്ഷ്മിയുടെ കല്യാണക്കാര്യം പറയാനാ. നേരിട്ട് വന്ന് പറയേണ്ടത് നേരിട്ട് തന്നെ വന്ന് പറയണ്ടേ? നിന്റെ വേണുമാവനാ ലക്ഷ്മിയുടെ കല്യാണക്കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഹലോ. പാമേ, ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. 4:30 ആവുമ്പോ നീ തിരിച്ചു വരില്ലേ? പിന്നെ ഞാൻ 3 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പൊ വൈകിട്ട് കാണാം. ശരി. അമ്മാവന്റെ വലിയൊരു സങ്കടമായിരുന്നു ലക്ഷ്മിയുടെ കല്യാണം വൈകുന്നത്.
അതിപ്പം മാറിയല്ലോ, എനിക്ക് എന്തായാലും സന്തോഷായി. ആ മോഹനേട്ടാ, അമ്മാവൻ വരുമ്പോഴേക്കും തിരിച്ചെത്തിയേക്കണേ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാലും കുഴപ്പമില്ല. അങ്ങനെ എനിക്കിഷ്ടമുള്ളപ്പോ വരാൻ പറ്റുമോ? ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ, ബാക്കി കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പൈസക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ അമ്മാവന്. പോകുമ്പോ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? പിന്നെ ആ നേരത്തെ പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞേക്കല്ലേ. ആ കല്യാണം ആവുമ്പോ ചെലവ് വേറെ ഉണ്ടാവൂലോ. നമ്മുടെ കല്യാണത്തിന് വേണുവമ്മാനെ 1 പവന്റെ മോതിരം എനിക്ക് തന്നത്, അത് മറക്കല്ലേ. ഇതാണ് ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ സങ്കടമായി തീരുമെന്ന് അവൾ പറഞ്ഞതിനർത്ഥം. ഈ കാശ് മുഴുവൻ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നമസ്കാരം സാറേ. സാറിന്ന് കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. ഒട്ടുമല്ല, ഞാൻ കൃത്യസമയത്താണ്. ഇപ്പോൾ സമയം നോക്കൂ, 9:51. ഞാൻ എന്നും ഇവിടെ എത്തുന്നത് 9:51-നാണ്. എന്റെ അമ്പോ, അപ്പൊ പിന്നെ ഞാൻ തർക്കിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ സമയത്തിന്റെ കാര്യത്തിൽ സാറിനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഉത്തമ, ഒരാളുടെ സന്തോഷം വേറൊരാളുടെ സങ്കടമാകുന്നു എന്ന് പറയുന്നതിൽ ഉത്തമന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. രാവിലെ ഭാമ പറഞ്ഞു ഒരാളുടെ സന്തോഷം ചിലപ്പോൾ വേറൊരാളുടെ ദുഃഖമാകും എന്ന്. ഒരു കേസിന്റെ കാര്യത്തിനാണ് അവളത് പറഞ്ഞത്. പക്ഷേ ഇപ്പോ അത് അറം പറ്റിയോന്നൊരു സംശയം. സാർ കാര്യം തെളിച്ച് പറ. ഭാമയുടെ ഒരു അമ്മാവനുണ്ട്, വേണു അമ്മാവൻ. ഭാമയുടെ വീടുമായി വളരെ അടുത്ത ബന്ധത്തിലാണ്. വേണു അമ്മാവൻ എന്ന് പറഞ്ഞാൽ അവളും മരിക്കും. ആ അമ്മാവന്റെ ഇളയ മകളുടെ കല്യാണം ഉറപ്പിച്ചു. അതും സാറ് നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് എന്തോന്നും ബന്ധം? ഈ വേണു അമ്മാവൻ ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ഭാമയ്ക്ക് 1 പവൻ സമ്മാനമായി കൊടുത്തു. അത് മാത്രമല്ല, കല്യാണം നടത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നതും ഈ വേണു അമ്മാവനാണ്. ഇപ്പോ വേണു അമ്മാവന്റെ മകളുടെ കല്യാണത്തിനായി പോകുമ്പോ തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? എന്തെങ്കിലും അല്ലേ? ഇങ്ങോട്ട് 1 പവൻ കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ട് 2 പവനെങ്കിലും കൊടുക്കേണ്ടി വരും. ഒന്നും അല്ലെങ്കിൽ സാറൊരു വില്ലേജ് ഓഫീസർ അല്ലേ? ഒരു വില്ലേജ് ഓഫീസർക്ക് മാസം കിട്ടുന്നത് 24,000 ഊണുവയാണ്. 2 പവന് 40,000 രൂപയും. ചുരുക്കി പറഞ്ഞാൽ എന്റെ 2 മാസത്തെ ശമ്പളം വേണ്ടി വരും ഉത്തമ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ. മകളുടെ കല്യാണം ഉറപ്പിച്ചത് വേണുമാവന് സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷേ എനിക്കത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ വേണു അമ്മാവൻ കല്യാണം വിളിക്കാനായി ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരും. പറ്റിയാൽ അമ്മാവന്റെ കയ്യിൽ എന്തെങ്കിലും കൂടി കൊടുത്തയക്കണമെന്നാണ് ഭാമ പറയുന്നത്. അമ്മാവൻ വരുന്നതിലുള്ള ഭാമയുടെ സന്തോഷവും എനിക്ക് സങ്കടമായി എന്നർത്ഥം. ഓ, ചുരുക്കി പറഞ്ഞ അമ്മാവന്റെ മോളുടെ കല്യാണം പ്രമാണിച്ച് സാറിന്റെ കാശ് കുറേ ചെലവാകുമെന്ന് അർത്ഥം. ഇന്ന് വൈകുന്നേരം വേണുമാവൻ വരുമ്പോ വീട്ടിലില്ലാതിരുന്നാൽ കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും. പക്ഷേ അമ്മാവൻ വരുന്നത് 4:30-നാണ്. 6 മണിയുടെ ബസ്സിനെ തിരിച്ചു പോകൂ. സാർ 6 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നാൽ മതി, അപ്പൊ പ്രശ്നം തീരുമല്ലോ. പക്ഷേ അമ്മാവൻ വരുന്ന കാര്യം ഭാമ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് വൈകിട്ട് താമസിച്ചെല്ലാം പറ്റില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് പറയില്ലേ? സാറേ, സാറല്ലേ ആഫീസർ. ആഫീസിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാക്കണം. പറ്റുമെങ്കിൽ കാഞ്ചന സാറിനെ, സ്വയംപ്രഭ സാറിനെ ആഫീസിൽ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കണം. വക്കീൽ ആഫീസിലോട്ട് വിളിച്ചാലും പ്രശ്നമില്ലല്ലോ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. സാറ് മാത്രമായി ആഫീസിൽ ഇരുന്നാലാണ് പ്രശ്നം. എല്ലാരും ഇരിക്കട്ടെന്ന്. വക്കീൽ വിളിക്കുമ്പോ പ്രഭസാറിനെ കൊണ്ടോ കാഞ്ചന സാറിനെ കൊണ്ടോ ഫോൺ എടുപ്പിക്കണം. അതോടെ ജോലി തിരക്കിന്റെ കാര്യം വക്കീൽ വിശ്വസിക്കുകയും ചെയ്യും. അതൊന്ന് ശ്രമിച്ചു നോക്കാവുന്ന കാര്യമാണ്. ഈ ആശയം പറഞ്ഞു തന്നതിന് ഉത്തമന് നന്ദി. സത്യം പറയാലോ കാഞ്ചന സാറേ, പണ്ടൊക്കെ ആളുകൾ കല്യാണം വിളിക്കുമ്പോൾ സന്തോഷമായിരുന്നു. ഇപ്പൊ പേടിയാ. എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ ഇല്ലാതെ എങ്ങനെയാ കല്യാണത്തിന് പോകുന്നത്? പ്രസന്റേഷൻ വാങ്ങണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടിയും വരും. അത് വാസ്തവാ. കഴിഞ്ഞ മാസം പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മാവന്റെ മകന്റെ കല്യാണമായിരുന്നു. കൈവീശി കയറി ചെല്ലാൻ പറ്റുമോ? ഒന്നാമത് ഞാനും പ്രഹ്ലാദൻ ചേട്ടനും സർക്കാർ ഉദ്യോഗസ്ഥർ. കാര്യമായി എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റൂ. അവസാനം ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങേണ്ടി വന്നു. അതിനിങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല കാഞ്ചന സാറേ.
സ്വന്തം അമ്മാവന്റെ മോനല്ലേ, ഒരു ഫ്രിഡ്ജൊക്കെ ആവാം. അമ്മാവന് ഒരു മകനേ ഉള്ളൂങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ആൺമക്കൾ 4 പെൺമക്കൾ 6. അയ്യോ, അമ്മാവന് ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു ജോലി. ഇപ്പൊ 3 പെണ്ണിന്റെയും 3 ആണിന്റെയും കല്യാണം കഴിഞ്ഞു. ഇനിയും കിടക്കുക 4 കല്യാണം. അന്നും ഇതൊക്കെ വാങ്ങേണ്ടി വരില്ലേ? എന്താണ് രാവിലെ ഒരു ചർച്ച? ചോദിച്ചത് കേട്ടില്ലേ? പുറത്തുനിന്ന് വന്നപ്പോഴേ വലിയ ചിരിയൊക്കെ കേട്ടല്ലോ. കാഞ്ചന സാറിന്റെ അമ്മാവന്റെ കാര്യം പറയായിരുന്നു. 10 മക്കളാ പുള്ളിക്കാരന്. ഓരോ ആളുടെ കല്യാണം വരുമ്പോഴും കല്യാണ സമ്മാനം വാങ്ങി പ്രഹ്ലാദന്റെ പോക്കറ്റ് കാലിയായിരുന്നു. ഈ കല്യാണത്തിന് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് നിർത്തണം. സത്യത്തിൽ അതിന്റെ ആവശ്യം എന്താണ്? 2 പേർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കട്ടെ, അതിന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നില്ല. സാറിന്റെ കല്യാണ സമയത്ത് അങ്ങനെ സമ്മാനമൊന്നും കിട്ടിയില്ലായിരുന്നോ? കെട്ടിക്കാണും. ആകെ 3-4 കൊല്ലം മുമ്പല്ലേ. അന്ന് 1 പവൻ എന്തായിരുന്നു വില? ഇന്നോ? അന്ന് 1 പവൻ സമ്മാനമായി കിട്ടിയവര് ഇന്നെങ്ങനെ 1 പവൻ തിരിച്ചു കൊടുക്കും? സാർ ഈ പറയുന്ന പോലെ വലിയ വില വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏറിയാൽ 1000-2000 കൂടി കാണും. 1000-2000 ഒരു ചെറിയ സംഖ്യയാണോ? എന്നെ പോലെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് 2000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. അതുപോലെ താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള പുറമ്പോക്കുന്ന ലിസ്റ്റ് ഇറക്കി പറഞ്ഞിട്ടുണ്ടായി. അത് മറ്റന്നാ മതിയെന്നല്ലേ സാറ് പറഞ്ഞത്? മറ്റന്നാൾ പോരാ, നാളെ രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുക. ഇന്ന് വൈകുന്നേരത്തിനകം അത് എഴുതി തീർത്ത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്റെ കയ്യിൽ തന്നയക്കണം. സാർ, അതിന്ന് ഒറ്റ ദിവസം കൊണ്ടോ? അത് തീരില്ല സാർ. വൈകിട്ട് 5 മണിക്ക് പോകുന്നതിന് പകരം ഒരു 2 മണിക്കൂർ ഇരുന്നാൽ ആ ജോലി അങ്ങ് തീരുമല്ലോ. 7 മണി വരെ എല്ലാ ദിവസവും ഇല്ലല്ലോ. ഇന്നൊരു അത്യാവശ്യം ഉണ്ടായി, അതുകൊണ്ട് കുറച്ചു നേരം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ, അതൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾ മാത്രമല്ലല്ലോ, ഞാനും 7 മണി വരെ ഇവിടെ ഇരിക്കും. പിന്നെതാ, സാറിന് 7 മണി വരെ ഇരിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് പ്രയാസമാണ്. സ്വയം പ്രഭേ, വൈകിട്ട് 7 മണി വരെ ജോലി ചെയ്യുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ്. പക്ഷേ അങ്ങനെ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കടമായിരിക്കും. കാരണം നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. ഒരാളുടെ സന്തോഷം മറ്റേ ആൾക്ക് സങ്കടമാകുന്നു എന്ന് പറയുന്നത് ഇതിനും കൂടിയാണ്. എന്തൊരു കഷ്ടോ! ഇന്ന് നേരത്തെ ചെന്നിട്ട് വേണം കൊച്ചിന് വല്ലതും പറഞ്ഞു കൊടുക്കാൻ. പരീക്ഷ ഇങ്ങ് അടുത്ത് വരിക. വേണോ അമ്മാവൻ? അമ്മാവൻ കുറച്ച് നേരത്തെയാണല്ലോ. ഞാൻ കരുതി 4:30 കഴിയുന്നു. എന്നും വരാറുള്ള ബസ്സിൽ തന്നെയാ വന്നത്. ആ? പക്ഷെ നല്ല സ്പീഡിൽ വന്നുകൊണ്ട് 10-15 മിനിറ്റ് മുമ്പേ എത്തി. നീ എപ്പോ വന്നു? ഓ, ഞാൻ 3 മണി കഴിഞ്ഞപ്പോഴേക്കും എത്തി. അമ്മാവൻ വാ, ഞാൻ ചായ എടുക്കാം. മോനെ ക്ഷേത്തിയില്ലേ? ഇല്ല, മോഹനേട്ടൻ 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങും. ഒരു 5:15 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇന്ന് അമ്മാവൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ നേരത്തെ എത്താനും മതി. വരൂ. ഹലോ. ആ മോഹനേട്ടൻ ഞാനാ. എന്താ പാമേ? അതെ, വേണുമ്മാവൻ വന്നിട്ടുണ്ട്. മോഹനേട്ടൻ ഉടനെ എത്തില്ലേ? ഉടനെ വരുന്ന എങ്ങനെ? എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. മോഹനേട്ടൻ മണി 4:45 5 മണിയാകുമ്പോഴേക്കും എന്തായാലും ഓഫീസ് അടക്കില്ലേ? ഇല്ല പാമേ, താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള ഫയല് അത്യാവശ്യമായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ തന്നെ താലൂക്ക് ഓഫീസ് കൊടുക്കാനുള്ള റിപ്പോർട്ടാണത്. അത് എഴുതി കഴിയുമ്പോ തന്നെ 7 മണിയാവും. അയ്യോ, 7 മണിയോ? അപ്പൊ വേണുമ്മാവന് പോണ്ടേ? അമ്മ മോഹനേട്ടൻ വരാനായിട്ടിരിക്കല്ലേ? എന്റെ അവസ്ഥ നീ എങ്ങനെയാലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എന്നാൽ ഇന്നത്തെ ദിവസം തന്നെ വേണമായിരുന്നോ ഈ ജോലി? അമ്മ വരുന്ന കാര്യം രാവിലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ? ഭാമേ, ഇത് സർക്കാർ കാര്യമാണ്. എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാത്രമല്ലല്ലോ, സ്വയംപ്രഭയും കാഞ്ചനയും ശിശുപാലനും ഒക്കെ ഉണ്ട്. അവരൊക്കെ 7 മണിക്കേ പോവൂ.
സംശയം ഉണ്ടെങ്കിൽ സ്വയം വിളിച്ചു നോക്ക്. അപ്പൊ ശരി, ഞാൻ ഭയങ്കര തിരക്കിലാണ്. അമ്മാവനെ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. ഹലോ, രാമോ, കൈയെല്ലാം പോയി. കാഞ്ഞന സാർ, എല്ലാം ആയല്ലോ പ്രഭേ. ഇനി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. ഒന്നും ബാക്കിയില്ല, എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈശ്വരാ, എന്തായാലും ഇന്ന് വൈകാതെ രക്ഷപ്പെട്ടു. അതെ. ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൂട്ടം കൂട്ടി ചർച്ച ചെയ്യണോ? മണി 5 ലിസ്റ്റ് മുഴുവൻ ആയിട്ടുണ്ട് സാർ. തീർത്തോ? പിന്നെ അല്ലാതെ സാറ് പറഞ്ഞ ജോലി മുഴുവൻ തീർത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പോവാലോ. ഓഹോ, ടോപ്പിക്ക് നോക്കണല്ലേ? ഒരു നിസ്സാര കാര്യം പറഞ്ഞ അത് ചെയ്തെടുക്കാൻ 2-3 ദിവസം എടുക്കുന്ന നിങ്ങള് ഇന്ന് പോകാൻ വൈകുമെന്ന് പേടിച്ച് എല്ലാ ജോലിയും ചെയ്ത് തീർത്തോ? സാറിന് ജോലി തീർത്തു തന്നാ പോരെ, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല സാറേ, സാറിന്റെ പെരുമാറ്റം കണ്ടിട്ട് ഇന്ന് എങ്ങനെയും താമസിച്ചു പോയാ മതി എന്നുള്ള മട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോകാൻ കഴിഞ്ഞ ഞങ്ങളുടെ സന്തോഷത്തിന് വൈകി പോകാനിരുന്ന സാറിന് സങ്കടമായി. ഇതാണോ സാർ രാവിലെ പറഞ്ഞത്? മോഹനേഷനെ കാണാൻ പറ്റാത്തത് സങ്കടമായി. എനിക്കാണെങ്കിൽ ഇന്ന് മടങ്ങിപ്പോയേ പറ്റൂ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ മോഹനേട്ടൻ എത്തിയനെ. ആഫീസിനൊന്ന് തിരക്ക് പിടിച്ച് ജോലിയാന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോഹനേഷനോട് പറഞ്ഞേക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചോളാം. അമ്മാവിനിങ്ങനെ വിഷമിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാകും. പോയിട്ടില്ല. അയ്യോ, മോഹനേട്ടൻ അമ്മാവാ. മോഹനേഷനാണല്ലോ. അയ്യോ അയ്യോ, ഇതെന്തൊരു മോഹനേട്ടാ വൈകുന്ന് പറഞ്ഞിട്ട്? അല്ല, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തീർന്നിട്ടില്ല. അങ്ങനെ കാഞ്ചനയ്ക്കും സ്വയം പ്രഭയ്ക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യില്ലല്ലോ. ഇന്നിനിപ്പോ അവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ വിചാരിച്ചു വേണുമാവൻ പോകുന്നതിന് മുമ്പ് ഓടി വന്ന് വേണുമാവനെ കാണാമെന്ന്. അതുകൊണ്ട് ഞാൻ ഓടി വരികയായിരുന്നു. എന്തൊക്കെയുണ്ട് വേണുമാവ വിശേഷങ്ങൾ? വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നില്ലേ? ലക്ഷ്മിയുടെ കല്യാണം എന്നത്തേക്കാ തീരുമാനിച്ചിരിക്കുന്നത്? സത്യത്തിൽ ലക്ഷ്മിയുടെ കല്യാണം ഉടനെ നടക്കണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കൂടി ഞാൻ ഭാമയോട് പറയുകയായിരുന്നു, ലക്ഷ്മിയുടെ കല്യാണം നിശ്ചയിച്ചത് വളരെ നന്നായി, വേണുമാവന് സന്തോഷമായി കാണുമെന്നും. എന്നാ കല്യാണം? ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞോ? ലക്ഷ്മിക്ക് അവളോട് പഠിച്ചൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാ ഇതുവരെ വന്ന ആലോചനകളൊക്കെ അവള് വേണ്ടാന്ന് പറഞ്ഞത്. ആ പയ്യനൊരു ബാംഗ്ലൂർ ജോലി കിട്ടി കഴിഞ്ഞ മാസം. 3 ദിവസം മുന്നേ ഒരു എഴുത്തെഴുതി വെച്ചിട്ട് ലക്ഷ്മി അവന്റെ കൂടെ പോയി. ബന്ധുക്കളെല്ലാം ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്ങനെയാ ഞാൻ പറയുന്നത്? എന്റെ കുഞ്ഞിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ തോന്നി നിങ്ങൾ രണ്ടാളോട് നേരി കണ്ട് കാര്യം പറയണമെന്ന്. അതുകൊണ്ട് വന്നതാ. എന്നാലും ലക്ഷ്മി എങ്ങനെ വളർത്തിയതാ അവള്? പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടികൾ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും. കാലം വല്ലാത്തതല്ലേ. കല്യാണ ചെലവിനും അവക്ക് ആഭരണം വാങ്ങാനും ഒക്കെ ആയി ഒരു നല്ല സംഖ്യ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ. രശ്മി വിളിച്ചപ്പോ പറഞ്ഞു അവക്കതൊന്നും വേണ്ടെന്ന്. സാരമില്ല, എന്നെങ്കിലും തെറ്റുകൾ മനസ്സിലായാൽ വരുമല്ലോ. അതുവരെ അത് ഞാൻ സൂക്ഷിക്കും.
അമ്മാവൻ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. അറിഞ്ഞിടത്തോളം ആ പയ്യൻ മിടുക്കനല്ലേ, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി. പിന്നെ അമ്മാവന് ധിക്കരിച്ചിറങ്ങിപ്പോയൊരു വിഷമുണ്ടാവും. അതൊക്കെ അങ്ങ് മാറിക്കോളും. അവള് വരില്ലേ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അമ്മാവന് വിഷമം കാണും. പക്ഷെ ലക്ഷ്മി ചെയ്തൊരു ഞാൻ തെറ്റു പറയില്ല. അവക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് നേരത്തെ പറഞ്ഞതാ. അമ്മാവനത് സമ്മതിച്ചില്ല. ഞാൻ രാവിലെ പറഞ്ഞില്ലേ മോഹനേട്ടാ, ഒരാൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോ വേറൊരാൾക്ക് വിഷമാവുന്നു. ലക്ഷ്മിക്ക് സന്തോഷമായപ്പോ അമ്മാവന് സങ്കടമായി. ശരിയാ, അമ്മാവന് സങ്കടമായപ്പോ എനിക്ക് കുറച്ച് സന്തോഷമായല്ലോ. മോഹനേട്ടൻ എന്താ സന്തോഷം? നിനക്ക് സന്തോഷമായല്ലോ. നിന്റെ സന്തോഷമാണല്ലോ എന്റെ സന്തോഷം. അത് പറഞ്ഞതാ. അല്ലാതെ കല്യാണത്തിന് കാശ് ചെലവാക്കേണ്ടി വന്നില്ലല്ലോ എന്ന സന്തോഷം അല്ലല്ലോ. ഏയ് ചിലരുടെ സന്തോഷങ്ങൾ വേറെ ചിലർക്ക് വേദന ഉണ്ടാവുമെന്ന നിരീക്ഷണം എല്ലാവർക്കും ബാധകമാണ്. എങ്കിലും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഏതൊക്കെ രൂപത്തിൽ എപ്പോഴൊക്കെയാണ് വന്നുപെടുന്നതെന്ന് പറയാനാവില്ല. സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ പുതിയ കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.